10ാം ക്ലാസ് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ കാന്തിക ഫലം എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഞാൻ പറഞ്ഞു നിർത്തിയത് ഈസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നെന്നും അത് അതെങ്ങനെ ആണെന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ഈസ്റ്റഡ് എന്ന് പറയുന്ന ആൾ കണ്ടുപിടിച്ച് അത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ചിത്രമാണ് ഞാൻ ഈ ബോർഡിൽ വരച്ചിരിക്കുന്നത്. നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ള അതേ ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ അല്ലെങ്കിൽ നേർരേഖ ചാലകം എന്ന് പറയുന്നത് എ ബി ആണ്. ആ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിന് താഴെയായിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ ഒരു കാന്തിക സൂചി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എ ബി എന്ന് പറയുന്ന ഈ കണ്ടക്ടറിനെ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്വിച്ചുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും നമുക്ക് ആ കണക്ഷൻസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒന്നാമത്തെ ചിത്രം നോക്കുമ്പോൾ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനും അവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതാണ്. അതായത് ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് കറണ്ട് ഒഴുകുന്നതെന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ്. അപ്പം ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ ഫസ്റ്റ് പിക്ചർ ഈസ് ഫ്രം എ ടു ബി. ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് അല്ലെങ്കിൽ ആ കണക്ഷൻസ് അനുസരിച്ച് കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ തിരിച്ചാണ് ബിയിൽ നിന്നും എയിലോട്ടാണ്. ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ നോക്കുമ്പം പിന്നെ അടുത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എ ബി എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിന്റെ എ എന്ന് പറയുന്ന പോയിന്റിനെ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ബി എ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കറണ്ട് ഒഴുകുന്നത് ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് എയിൽ നിന്നും ബിയിലോട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് അറിയേണ്ടത് ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നാണ്. കാരണം കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ യൂണിറ്റ് ടൈം, അതായത് യൂണിറ്റ് സമയത്തിൽ ഇലക്ട്രോൺസ് ഒഴുകുന്നതിനെയാണ് നമ്മൾ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്ന് ബിയിലോട്ട് ആയതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബിയിൽ നിന്നും എയിലോട്ടായിരിക്കും. അപ്പം കറണ്ട് ഒഴുകുന്ന ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രോൺസ് ഒഴുകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺസ് ഒഴുകുന്നത് തിരിച്ച് ബിയിൽ നിന്നും എയിലോട്ടായിരിക്കും. രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിൽ കറണ്ട് ഒഴുകുന്നത് ബിയിൽ നിന്നും എയിലോട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺസ് ഒഴുകുന്നത് തിരിച്ച് എയിൽ നിന്നും ബിയിലോട്ടായിരിക്കും. ഈ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് ടെക്സ്റ്റിനകത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ ഫസ്റ്റ് പിക്ചർ, ദാറ്റ് ഈസ് എ ടു ബി ഓർ ബി ടു എ. അതായത് ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിന്റെ ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്ന് ബിയിലോട്ടാണോ അതോ ബിയിൽ നിന്ന് എയിലോട്ടാണോ എന്നൊരു ക്വസ്റ്റ്യൻ പുസ്തകത്തിനകത്ത് ചോദിക്കുന്നു. അതിന്റെ ആൻസർ എയിൽ നിന്നും ബിയിലോട്ടെന്ന് എഴുതണം. രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ ബിയിൽ നിന്ന് എയിലോട്ടാണ്. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ഇൻ ദ ഫസ്റ്റ് പിക്ചർ. ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് ഇലക്ട്രോൺസിന്റെ ഫ്ലോ എങ്ങനെയാണ്. അപ്പൊ ഞാൻ നേരത്തെ എൻ്റെ ആൻസർ പറഞ്ഞു, ബിയിൽ നിന്നും എയിലോട്ടായിരിക്കും. അതായത് എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് ഒഴുകുന്നത്, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഒഴുകുന്നത് ബിയിൽ നിന്നും എയിലോട്ടായിരിക്കും. രണ്ടാമത്തെ ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, അവിടെ കറണ്ട് ഒഴുകുന്നത് ബിയിൽ നിന്ന് എയിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഒഴുകുന്നത് എയിൽ നിന്നും ബിയിലോട്ടായിരിക്കും. ഇനി ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ രണ്ട് ചിത്രങ്ങളും നല്ല വൃത്തിയായിട്ട് വരച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് മാഗ്നറ്റിക് നീഡിലും വച്ചിട്ടുണ്ട്. അതായത് എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന് താഴെയായിട്ട് അല്ലെങ്കിൽ അതിന് പാരലായിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ കാന്തിക സൂചി വച്ചിരിക്കുന്നതിന്റെ ഒരു ചിത്രവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് നീഡിൽ എന്താണെന്നൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിന്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് മാഗ്നറ്റിക് നീഡിൽ.
ഇതൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കാന്തിക വസ്തുവാണ്. അതിന് രണ്ട് പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു, നോർത്തും സൗത്തും, അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സ് ഉണ്ട്, നോർത്തും സൗത്തും, അതായത് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. അപ്പം നമ്മൾ അത് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ മാഗ്നറ്റിക് നീഡിന്റെ നോർത്ത് പോള് റിഫ്ലക്ട് ചെയ്യുന്ന ഡയറക്ഷനൊക്കെ ആ രണ്ട് ചിത്രത്തിന്റെ താഴെയായിട്ട് രേഖപ്പെടുത്തി അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ബോർഡിൽ ഒരു അതിന്റെ ഡയറക്ഷനും വരച്ചിട്ടുണ്ട്. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞ് ആ ഡയറക്ഷനും വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, നീഡിലിന്റെ നോർത്ത് സൗത്ത് ഇരിക്കുന്നത് ഈ നോർത്ത് സൗത്ത് ഡയറക്ഷൻ തന്നെയാണ്. അപ്പൊ നീഡിൽ വച്ചിരിക്കുന്ന ഡയറക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നോർത്ത് സൗത്ത് ഡയറക്ഷനാണ്, അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് അതിന് നീഡിൽ വച്ചിരിക്കുന്നത്. ഇനി അതിന്റെ നോർത്ത് പോൾ റിഫ്ലക്ട് ചെയ്യുന്ന ഡയറക്ഷനാണ് നമുക്ക് ഈ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. ആ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. ആ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ നോർത്ത് പോള് റിഫ്ലക്ട് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോർത്ത് പോൾ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ ചിത്രത്തിൽ എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് ഒഴുകുന്നത്. അത് നമുക്ക് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി. എയിൽ നിന്ന് ബിയിലോട്ടാണ് ഒന്നാമത്തെ ചിത്രപ്രകാരം കറണ്ട് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് താഴെ വച്ചിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോള് റിഫ്ലക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ചിത്രത്തിന് താഴെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ്, നോർത്ത് ടു വെസ്റ്റ് ആണ്. അപ്പം നോർത്ത് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് നീഡിൽ റിഫ്ലക്ട് ചെയ്യുന്നത്, നോർത്ത് ടു വെസ്റ്റ് ആണ്. രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിൽ കറണ്ട് ഒഴുകുന്നത് ബിയിൽ നിന്ന് എയിലോട്ടാണ്. അപ്പം അവിടെ നീഡിന്റെ നോർത്ത് പോൾ അല്ലെങ്കിൽ ഉത്തരധ്രുവം വിഭ്രംശിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു ഈസ്റ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് അല്ലെങ്കിൽ ഒന്നാമത്തെ ചിത്രത്തിന് താഴെ കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്നും ബി, അല്ലെങ്കിൽ ഫസ്റ്റ് സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് കറണ്ട് എയിൽ നിന്നും ബിയിലോട്ട് ഒഴുകുമ്പോൾ താഴെ വച്ചിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ കാന്തസൂചിയുടെ നോർത്ത് പോള് റിഫ്ലക്ട് ചെയ്യുന്നത് നോർത്ത് ടു വെസ്റ്റ് ആണ്. രണ്ടാമത്തെ സർക്യൂട്ട് അനുസരിച്ച് കറണ്ട് ഒഴുകുന്നത് ബിയിൽ നിന്ന് എയിലോട്ടാണ്. അതിന് താഴെ വച്ചിരിക്കുന്ന നീഡിലിന്റെ നോർത്ത് പോൾ റിഫ്ലക്ട് ചെയ്ത് നോർത്ത് ടു ഈസ്റ്റ് ആണ്. അതത്രയും നമുക്ക് ആ ചിത്രത്തിൽ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താണ്, രണ്ട് ചിത്രത്തിലും കറണ്ട് ഒഴുകുന്നുണ്ട്. ആ ഒഴുകുന്ന കറണ്ടിന് ആനുപാതികമായിട്ട് നീഡില് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ചിത്രത്തിലും കറണ്ട് ഒഴുകുന്നുണ്ട്. കറണ്ട് ഒഴുകുന്ന ഡയറക്ഷന് അല്ലെങ്കിൽ അതിനനുസരിച്ച് നീഡിലിന്റെ നോർത്ത് പോള് അല്ലെങ്കിൽ ഉത്തര ധ്രുവം ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിഭ്രംശിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ നമ്മൾ ക്ലാസ്സിന്റെ അവസാനം പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ ഫില്ല് ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ടേബിളിൽ എഴുതേണ്ടത് നമ്മൾ ഒന്നാമത്തെ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് നമ്മൾ കണ്ടത് എന്തായിരുന്നു, നീഡിന്റെ നോർത്ത് പോൾ റിഫ്ലക്ട് ചെയ്യുന്നത് നോർത്ത് ടു വെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടേബിളിൽ ഫില്ല് ചെയ്യേണ്ടത് നോർത്ത് ടു വെസ്റ്റ് എന്നല്ല, അതിന് വേറൊരു പേര് പറയും. ഇതേപോലെ നോർത്ത് ടു വെസ്റ്റ് ഡയറക്ഷനിൽ നീഡിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഡയറക്ഷനെ വിളിക്കുന്ന പേരാണ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ നോർത്ത് ടു വെസ്റ്റ് ഡയറക്ഷനിൽ നീഡിൽ റിഫ്ലക്ട് ചെയ്യുന്നതിനെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശ എന്നാണ് പറയുന്നത്. ആന്റി ക്ലോക്ക് വൈസിന്റെ മലയാളമാണ് അപ്രദക്ഷിണ ദിശ. രണ്ടാമത്തെ സർക്യൂട്ട് അനുസരിച്ച് നീഡിൽ റിഫ്ലക്ട് ചെയ്യുന്നത് നോർത്ത് ടു ഈസ്റ്റ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് നീഡിലിന്റെ നോർത്ത് പോയിന്റ് റിഫ്ലക്ട് ചെയ്യുന്നത് നോർത്ത് ടു ഈസ്റ്റ് ആണ്. അതിനെ നമ്മൾ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശ എന്ന് പറയും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രദക്ഷിണ ദിശ എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ അല്ലെങ്കിൽ ഈസ്റ്റേണിന്റെ എക്സ്പെരിമെന്റിന്റെ ഒന്നാമത്തെ സർക്യൂട്ട് അനുസരിച്ച് നീഡിലിന്റെ നോർത്ത് പോയിന്റ് റിഫ്ലക്ട് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും
രണ്ടാമത്തെ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് പിന്നെ നീഡിലിന്റെ നോർത്ത് പോയിന്റ് റിഫ്ലക്ട് ചെയ്യുന്നത് നോർത്ത് ടു ഈസ്റ്റ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രദക്ഷിണമായിട്ടും ആണ്. ഈ രണ്ട് കാര്യങ്ങളും വച്ചുകൊണ്ട് വേണം നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാൻ. അപ്പൊ നമുക്കിനി അടുത്ത ആ ടേബിളിലേക്ക് പോകാം. ഒരു ടേബിളാണിത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ടേബിളാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഫില്ല് ചെയ്യാവുന്ന ഒരു ടേബിളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒന്ന് കണ്ടക്ടർ എബോവ് ദ മാഗ്നറ്റിക് നീഡിൽ. അതായത് നമ്മൾ ആ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ ഒന്നുകൂടെ നോക്കുക ടെക്സ്റ്റ് ബുക്കിലെ. ആ ഒന്നാമത്തെ സർക്യൂട്ട് അനുസരിച്ച് എ ബി എന്ന് പറയുന്ന ആ കണ്ടക്ടറിനെ മാഗ്നറ്റിക് നീഡിലിന് മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടക്ടർ എബോവ് ദ മാഗ്നറ്റിക് നീഡിൽ. അതായത് ചാലകത്തെ കാന്തസൂചിക്ക് മുകളിലായിട്ട് വച്ചിരിക്കുന്നു. അപ്പം മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഇതാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. അതായത് കാന്തസൂചിയുടെ ഉത്തര ധ്രുവത്തിന്റെ വിഭ്രംശന ദിശ, അതായത് ക്ലോക്ക് വൈസ്, അതായത് പ്രദക്ഷിണമാണോ ഓർ ആന്റി ക്ലോക്ക് വൈസ് അപ്രദക്ഷിണമാണോ, ഇതാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഒരുപാട് വട്ടം അത് പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് എളുപ്പം എഴുതാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത്തേത് രണ്ടാമത്തെ കോളത്തിന്റെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം എ ടു ബി. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ്. അത് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടതാണ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം ബി ടു എ. കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബിയിൽ നിന്നും എയിലോട്ടാണ് രണ്ടാമത്തെ സർക്യൂട്ട് അനുസരിച്ച്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എയിൽ നിന്നും ബിയിലോട്ട് കറണ്ട് ഒഴുകുമ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോളിന്റെ ഡയറക്ഷൻ, ഡിഫ്ലക്ഷൻ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ, അതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അത് മാത്രം എഴുതിയാൽ മതി. ഒന്നുകൂടെ പറയാം. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ എയിൽ നിന്നും ബിയിലോട്ട് ആകുമ്പോൾ നീഡിലിന്റെ നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷൻ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ, അതായത് പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ, അതാണ് നമുക്ക് ഈ ടേബിളിൽ എഴുതേണ്ടത്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കുറച്ച് സമയം തരാം, നിങ്ങൾ അത് എഴുതാൻ ശ്രമിക്കുക. നമുക്ക് അതിനുശേഷം ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞുതരാം. നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം എ ടു ബി. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ്. അപ്പൊ നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ. അതായത് കാന്തസൂചിയുടെ നോർത്ത് പോളിന്റെ അഥവാ ഉത്തര ധ്രുവത്തിന്റെ ഡിഫ്ലക്ഷന്റെ അഥവാ വിഭ്രംശത്തിന്റെ ദിശ എങ്ങനെയാണെന്ന് എഴുതേണ്ടത് അല്ലയോ? ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഞാനിവിടെ ആൻസർ എഴുതാൻ പോവുകയാണ്. ആൻസർ കറക്റ്റ് ആയിട്ടുള്ളതിൽ സ്വന്തമായിട്ട് തന്നെ ടിക്ക് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ആൻസർ എഴുതുകയാണ്. അതിന്റെ ആൻസർ ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്രദക്ഷിണം. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം ബി ടു എ. കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബിയിൽ നിന്നും എയിലോട്ടാണ്. അപ്പോൾ നമുക്ക് എഴുതാനുണ്ട് മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് എഴുതിയല്ലോ. അപ്പൊ അടുത്തത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രദക്ഷിണ ദിശ എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ ആൻസർ ആന്റി ക്ലോക്ക് വൈസ്, രണ്ടാമത്തെ ആൻസർ ക്ലോക്ക് വൈസ്. ഇത് ശരിയായിട്ടുള്ളവര് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ടിക്ക് ചെയ്യുക. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഫില്ല് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യൂ. അപ്പൊ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്തത് അദ്ദേഹം ഈസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതേ എക്സ്പെരിമെന്റ് തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സ്പെരിമെന്റ് തന്നെ അദ്ദേഹം അങ്ങ് റിപ്പീറ്റ് ചെയ്തു, ആവർത്തിച്ചു. അതിൽ ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയതേ ഉള്ളൂ. മാറ്റം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇല്ല, ഞാനത് ബോർഡിൽ വരച്ചിട്ടുണ്ട്. അതായത് എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മുകളിലായിട്ട് മാഗ്നറ്റിക് നീഡിനെ പ്ലേസ് ചെയ്തു. നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ നേരത്തെ കണ്ടത് എന്തായിരുന്നു? മാഗ്നറ്റിക് നീഡിലിന്റെ പൊസിഷൻ കണ്ടക്ടറിന്റെ താഴെയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ, അതായത് സെക്കൻഡ് ഫേസ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം ചെയ്തത് എന്താണ്?
എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മുകളിലായിട്ട് മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ കാന്തിക സൂചിയെ വച്ചു. എന്നിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നോക്കുക, ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ്. അപ്പം എയിൽ നിന്നും ബിയിലോട്ട് കറണ്ട് ഒഴുകിയ അവസരത്തിൽ ഈ നീഡിലിന്റെ നോർത്ത് പോയിന്റ് ഡിഫ്ലക്ട് ചെയ്തു. പക്ഷെ ഡിഫ്ലക്ട് ചെയ്ത ഡയറക്ഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അല്ല. എങ്ങനെയാണ് ഡയറക്ഷൻ? നോർത്ത് ടു ഈസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പിന്നെ ഫസ്റ്റ് കേസിൽ എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട് ഒഴുകിയ അവസരത്തിൽ നീഡിലിന്റെ നോർത്ത് പോയിന്റ് ഡിഫ്ലക്ട് ചെയ്തത് നോർത്ത് ടു വെസ്റ്റ് ആണ്. നമ്മൾ അതിന് ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ള പേരാ കൊടുത്തേ, ഇല്ലയോ? ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നീഡിലിന്റെ നോർത്ത് പോയിന്റ് ഡിഫ്ലക്ട് ചെയ്തത് നോർത്ത് ടു ഈസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് പറയാം? ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രദക്ഷിണം എന്ന് പറയാം. രണ്ടാമത്തെ കേസിലോ കറണ്ട് റിവേഴ്സ് ചെയ്തു, അല്ലയോ? ബിയിൽ നിന്ന് എയിലോട്ട് കറണ്ട് ഒഴുകി. അപ്പോഴും നീഡിലിന്റെ നോർത്ത് പോയിന്റ് ഡിഫ്ലക്ട് ചെയ്തു, വിഭ്രംശിച്ചു. ആ ഡയറക്ഷൻ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? നോർത്ത് ടു വെസ്റ്റ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്രദക്ഷിണം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഒന്നുമില്ല, നേരത്തെ ഈശ്വര ചെയ്ത അതേ എക്സ്പെരിമെന്റിനെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്തു. എന്താണ് മാറ്റം എന്ന് പറഞ്ഞാല് എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മുകളിലായിട്ട് നീഡിലിനെ പ്ലേസ് ചെയ്തു. അപ്പൊ അങ്ങനെ നീഡിലിനെ പ്ലേസ് ചെയ്ത സമയത്ത് നീഡിലിന്റെ നോർത്ത് പോയിന്റിന്റെ റിഫ്ലക്ഷന്റെ ഡയറക്ഷൻ നേരത്തെ കണ്ടതുപോലല്ല, ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി. ബാക്കിയെല്ലാം അതേ എക്സ്പെരിമെന്റ് തന്നെ. അപ്പൊ ഇതാണ് അതിന്റെ ചിത്രം. ഇത് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചിത്രം വരച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ടേബിളും കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ആ ടേബിൾ ഞാൻ ബോർഡിൽ എഴുതുന്നു. അപ്പൊ ഞാൻ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പം ലാസ്റ്റ് പറഞ്ഞ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെടുന്ന ടേബിളാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതായത് കണ്ടക്ടർ ബിലോ ദ മാഗ്നറ്റിക് നീഡിൽ, അതായത് കാന്തസൂചിയെ വെച്ചിരിക്കുന്നത് അതായത് കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നത് കാന്തസൂചിയുടെ താഴെയായിട്ടാണ്. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. അതായത് കാന്തസൂചിയുടെ നോർത്ത് പോളിന്റെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഒന്നാമത്തെ എന്താണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം എ ടു ബി. കറണ്ടിന്റെ ഡയറക്ഷൻ എയിൽ നിന്നും ബിയിലോട്ടാണ്. അപ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോളിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടതാണ്. എങ്ങനെയായിരുന്നു? ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ മലയാളത്തിൽ പ്രദക്ഷിണം എന്ന് പറയും. രണ്ടാമത്തെ കേസ് എന്താണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം ബി ടു എ. കറണ്ടിന്റെ ദിശ എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലോട്ടാണ്. അപ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോളിന്റെ മൂവ്മെന്റ് ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശ. ഇതാണ് രണ്ടാമത്തെ ടേബിള്. ഇത് എല്ലാവരും ഇതുപോലെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ മെയിൻ കാര്യം ഈശ്വരന്റെ എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റിന്റെ പ്രത്യേകതകളും പിന്നെ നീഡിലിന്റെ ഡിഫ്ലക്ഷനും അത് ക്ലോക്ക് വൈസ് ആയിട്ടാണോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണോ റിഫ്ലക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 2 ടേബിൾ നമ്മൾ ഫില്ല് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.